മകൻ ഉന്നത ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ, അതായത് നമ്മുടെ ജാതിയിൽ നിന്ന് ഉയർന്ന ജാതി അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, തമിഴ്നാട്ടിൽ നിന്ന് ദളിത് സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തു എന്ന വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത വരുന്നു. 50-കാരിയെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് വിവസ്ത്രയാക്കി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. കാടിനുള്ളിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. ധർമ്മപുരിയിലാണ് സംഭവം. വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയാണ്. മനീഷെ, വളരെ ക്രൂരമായ ഒരു പെരുമാറ്റമാണ്. അത് ആ യുവാവിൻ്റെ അമ്മയെ വിവസ്ത്രയാക്കി മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അപമാനിക്കുന്നു. ഒപ്പം തന്നെ മനീഷ്, ഒരു വാർത്ത കൂടെ സമാനമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. കൃഷ്ണഗിരിയിൽ 12-കാരിക്ക് പീഡനം, NCC അധ്യാപകൻ പിടിയിൽ. രണ്ട് വാർത്തകളുടെയും ചുരുക്കം. സ്മിത, കൃഷ്ണ, ധർമ്മപുരിയിലെ കീഴ്മരപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ദാരുണ സംഭവം നടന്നിരിക്കുന്നത്. യുവാവും യുവതിയും പ്രണയത്തിലായിരുന്നു. ചെറുപ്പകാലം മുതലേ അവർ പ്രണയത്തിലായിരുന്നു. പക്ഷേ യുവതിയുടെ വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല. കാരണം ജാതി തന്നെയായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. യുവാവ് കോയമ്പത്തൂരിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ്. യുവതിയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കോച്ചിങ് ക്ലാസ്സിൽ PSCക്ക് പരിശീലനം നേടുകയായിരുന്നു. ഇതിനിടെയാണ് ഇവർക്ക് വിവാഹത്തിന് അനുവദിക്കില്ല എന്നറിഞ്ഞതോടെയാണ് ഇവർ രണ്ടുപേരും ഒളിച്ചോടിയത്. പക്ഷേ ഒളിച്ചോടിയത് വീട്ടുകാരുടെ അറിവോടുകൂടി ആയിരുന്നില്ല. അതായത് യുവാവിന്റെ വീട്ടുകാരുടെ അറിവോടുകൂടി പോലും ആയിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ പെൺകുട്ടിയുടെ പിതാവും അതുപോലെ തന്നെ കുറെ ആളുകളും ചേർന്ന ഇവരുടെ വീട്ടിലെത്തുകയും ഈ യുവാവിന്റെ വീട്ടിലെത്തുകയും അവിടെ വെച്ചാണ് യുവാവിന്റെ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചു. ഇത് തടയാൻ എത്തിയതായിരുന്നു യുവാവിന്റെ അമ്മ. അവിടെ വെച്ച് അവർ വിവസ്ത്രയാക്കുന്നു. അതിനുശേഷം ഈ യുവാവും യുവതിയും, ഒളിച്ചോടിപ്പോയി യുവാവും യുവതിയും എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു പീഡനം അവിടെ നടന്നത്. മാത്രമല്ല, ഇവരെ സമീപത്തുള്ള കാട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ, അതായത് ഈ സംഭവത്തിന് ശേഷം പോലീസിൽ പരാതി നൽകിയെങ്കിലും പരാതി എടുത്തില്ല എന്നൊരു കാര്യം കൂടി ഈ യുവാവിന്റെ പിതാവ് പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തത് ഭൂപതി, അതായത് ഈ യുവതിയുടെ പിതാവ് ഭൂപതി, കാർത്തിക്, ഈ ഭൂപതിയുടെ ഭാര്യ സെൽവി, അതുപോലെ തന്നെ കാർത്തിക്, ശരവണൻ തുടങ്ങി 20 പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് പോലീസും യുവാവിന്റെ വീട്ടുകാരും, കാരണം വലിയ പിടിപാടൊക്കെയുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഈ യുവാവിന്റെ വീട്ടുകാരുടെ ഒരു പരാതി എന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ പോലീസ് നടപടി എടുത്തിട്ടില്ല. അതിൽ വലിയ പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. ഈ യുവാവിനെയും യുവതിയും, അതായത് ഒളിച്ചോടിപ്പോയി യുവാവിനെയും യുവതിയും ലൊക്കേറ്റ് ചെയ്യാനും ഇതുവരെ സാധിച്ചിട്ടില്ല. മനീഷ് മൂർത്തിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഈ പരിഷ്കൃത സമൂഹത്തിന് അപമാനമാണിത്. പ്രാകൃതമായ ഈ രീതിയിൽ ക്രൂരമായ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നു. അതും മകൻ ജാതി മാറി വിവാഹം കഴിച്ചു എന്നതിനാണ് അമ്മയോട് ഇത്ര ക്രൂരത ചെയ്തത്.